യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ശരിക്കും പറഞ്ഞാൽ ഭാവന നല്ലൊരു നടിയാണെന്നേ ഞാൻ പറയും. ഭാവന ഇവിടെ തലനാരിയുടെ വ്യത്യാസത്തിലാ വലിയൊരു സത്യം പുറത്തു വരാതെ പോയത്. സൂര്യയോടുള്ള തന്റെ ആത്മാർത്ഥ സൗഹൃദത്തിന്റെ പുറത്ത് താൻ അന്ന് സൂര്യയോട് സത്യം പറയാൻ ശ്രമിച്ചതായിരുന്നു. അപ്പോഴാ ഏതോ ഒരു റാസ്കലി വന്ന് തന്റെ ബാഗ് തട്ടിപ്പറിച്ചോണ്ട് ഓടിയത്. ഇല്ലെങ്കിൽ ഇന്ന് തന്നെ വ്യക്തമായ തെളിവും കൊണ്ടുവന്ന് ഞാൻ ചേച്ചിയെ അനുജത്തെയും കസ്റ്റഡിയിൽ എടുപ്പിച്ചേനെ. നീ കരുതിയിരുന്നു ഇതുപോലെ ഇനിയും ഞാൻ നിന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. രഹസ്യാന്വേഷണത്തെക്കാൾ എനിക്കിഷ്ടം നേരത്തെ പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. ഈ പൂച്ച എലിയെ കളിപ്പിക്കുന്നത് പോലെ. ഭാവന ധാരാളം പോലീസുകാരെ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഈ ഗോകുൽദാസിനെ കണ്ടിട്ടുണ്ടാവില്ല. അധികം നിന്ന് വേർക്കണമെന്നില്ല. ഭാവന വയ്ക്കോളൂ. അതെ, ഒന്ന് നിന്നേ. ഒരു കാര്യം കൂടി, ഈ കേസിൽ ഇനി എനിക്കാണ് തെറ്റുപറ്റിയതെങ്കിൽ, ഭാവനയും ഭാനുവും നിരപരാധികളാണെങ്കിൽ നിങ്ങളോട് മാപ്പ് പറയാനും ഞാൻ ഒരുക്കമാണ്. എന്താ വർഗീസേ, ഇതുവരെ ഒരു വിവരം കിട്ടിയില്ല. അവൻ സാധാരണ പോവാറുള്ളിടത്തൊന്നും ചെന്നിട്ടില്ല. അങ്ങനെ വരാൻ സാധ്യത കുറവാ. ഇനി സ്റ്റേറ്റ് വിട്ട് പോയെന്നൊരു സംശയം കൂടി ഉണ്ട്. ഞാൻ നാളെ വിളിക്കാം വർഗീസേ. ഓക്കെ. നീ എന്താടാ ഒന്നും പറയാതെ പെട്ടെന്ന് പുറത്തേക്ക് പോയിക്കളെ? ഭാവനയൊന്ന് കാണാൻ പോയതാച്ചാ. എന്തിന്? ശരിക്കും ഞാൻ പോയത് ധ്രുവനെ കുറിച്ച് അവളോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയാ. അതെന്താടാ, നിന്റെ അമ്മയെപ്പോലെ നിനക്ക് അവളെ സംശയമുണ്ടോ? അല്ല സാർ, മണ്ഡപത്തിൽ വെച്ച് നടന്ന സംഭവത്തിന് ശേഷം സംശയാസ്പദമായ രീതിയിൽ മറ്റെന്തെങ്കിലും നടന്നോന്ന് അറിയണമായിരുന്നു. മാത്രമല്ല, ഭാവനയെ അന്ന് രാത്രി ആരോ കിഡ്നാപ്പ് ചെയ്തായിരുന്നല്ലോ. ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ ഒരു പൊരുത്തക്കേട്. അതും നമ്മൾ ആലോചിക്കേണ്ട കാര്യം തന്നെയാ. ഇക്കാര്യം നമുക്ക് പോലീസിനോടൊന്ന് പറഞ്ഞാലോ? അത് വേണ്ടച്ചാ. പിന്നെ ഭാവനെ ആര് തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ് ആകെ പ്രശ്നമാവും. ആ വിവരം മോനിക്കും അച്ഛനും പിന്നെ പൂജയ്ക്കും അർജുനും അല്ലാതെ മറ്റാർക്കും അറിയില്ല. എന്നാ വേണ്ട, നീ അങ്ങനെ ഒരു സംശയം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അല്ല, എന്നിട്ട് നീ അവളോട് സംസാരിച്ചോ? ഞാൻ ചോദിച്ചപ്പോ അവള് വല്ലാതായച്ച. ഞാനും അവളെ സംശയിക്കുന്നുണ്ടെന്നൊരു തോന്നല് അവൾക്കുണ്ടായി കാണും. അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ചോദിച്ചില്ല. പക്ഷെ അവൾക്ക് എന്തോ എന്നോട് പറയണമെന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവർ റാസ്കല് വന്ന് ഭാവനയുടെ ബാഗ് തട്ടിപ്പറിക്കാൻ നോക്കിയത്. എന്നിട്ട് ഭാഗ്യത്തിന് ബാഗ് കൊണ്ടുപോയില്ല. ഭാവന പിടിവിട്ടില്ല. അപ്പൊ തന്നെ അവള് കൈമുട്ടിടിച്ച് വീഴുകയും ചെയ്തു. എന്നിട്ട് അവനെ നീ വെറുതെ വിട്ടോ? ഞാൻ അവനെ പിടിക്കോ ഭാവനയെ ശ്രദ്ധിക്കോ? എന്തായാലും വേറൊന്നും സംഭവിച്ചില്ല. പിന്നെ എന്താണെന്നൊന്നും ചോദിക്കാനും പോയില്ല. അവൾക്കിപ്പോ മൊത്തത്തിൽ കഷ്ടകാല സൂര്യ. എന്തൊക്കെ പ്രശ്നങ്ങൾ അവൾ തരണം ചെയ്യുന്നത്. ഒരു ഇറക്കം ഉണ്ടെങ്കിൽ ഒരു കയറ്റവും കാണുവച്ച അച്ഛൻ നോക്കിക്കോ. ഭാവനയുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. അവൾ എൻ്റെ ഒപ്പം ഈ വീട്ടിൽ തന്നെ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യും. തൽക്കാലം നീ ഈ പറഞ്ഞത് അമ്മ കേൾക്കണ്ട. ഇപ്പൊ തന്നെ നമ്മളോട് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. നിന്റെ അമ്മയുടെ മനസ്സിൽ മറ്റെന്തൊക്കെയോ കണക്കുകൂടലുണ്ടാ. അതെന്താണെന്ന് അവർ പിടിയും കിട്ടാതെ. എന്താണെങ്കിലും അത് അമ്മ തന്നെ പുറത്തുകൊണ്ടു വെച്ച. അമ്മയുടെ സ്വഭാവം നമുക്കല്ലേ അറിയൂ. നീ വാ, ഞാനൊന്നും കഴിച്ചിട്ടില്ല. നീ വരട്ടെ, നിർത്തിയിരിക്കുക. നീ വാ. അല്ലെങ്കിലും ചെയ്യാത്ത കുറ്റത്തിന് നീ എന്തിനാ സ്വയം ബലിയാടാവുന്നത്?
വേണ്ട. ഭാനുവിന്റെ ഭാവി ഇനി ചിലപ്പം പോലീസായിരിക്കും തീരുമാനിക്കുന്നത്. കാണിക്കുന്നേ എന്താ മോളെ ഇത്? ഈശ്വര, മായേ മായേ, ബാനു മക്കളെ കഥ തുറക്ക്. ബാനു ബാനു കഥ തുറക്ക്. ബാനു, മായേ. എന്താ മേ? ബാനു, അയ്യോ ഭാനു, നീ എന്താ വിവേകം കാണിക്കുന്നേ? താഴോട്ടിറങ്ങ ഭാനു. താഴെ ഇറങ്ങ ബാനു. സേതുട്ടാ, സേതുട്ടാ ഒന്ന് ഓടി വാ. മക്കളെ താഴെ ഇറങ്ങ ബാനു. ഞാൻ പറയുന്നത് ബാനു. വേണ്ട, താഴെ ഇറങ്ങ. ഭാനു, നീ എന്താ ഇത്? എന്ത് ഭ്രാന്തായി കാണിക്കാൻ? താഴെ ഇറങ്ങിക്കൊണ്ട് ഇറങ്ങ മക്കളെ. പറയുന്ന കേക്ക് മോളെ. തുറക്കടി ബാനു. ഭാനു ഇറങ്ങ്. ബാനു തുറക്ക മക്കളെ. എന്താ അമ്മേ? ബാനു, ബാനു, ഭാര്യ തൂങ്ങാൻ നിൽക്കുന്നു, തുറക്കുന്നില്ല. തുറക്കാൻ പറ. ബാനു, 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 ബാനു എന്താ ഈ കാണിക്കുന്നത്? താഴെ ഇറങ്ങ. എടി നിന്നോട് പറഞ്ഞ് താഴെ ഇറങ്ങ. എന്നോട് ക്ഷമിക്കേ ചേച്ചി, എനിക്ക് മടുത്തേ ചേച്ചി ഈ ജീവിതം. ബാനു, ഞാൻ പറയുന്നൊന്ന് നീ കേക്ക്. നീ താഴെ ഇറങ്ങാൻ. അമ്മ പറയുന്നത് കേൾക്കുന്നില്ല. നീ കഥ തുറക്കുമോളെ. എനിക്ക് വയ്യമ്മ മക്കളെ. ഇനിയും ഭാവനേച്ചെ കഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യമ്മ. ഭാനു തുറക്കാൻ. തുറക്കേട്ട ബാനു, ഏട്ടാ ബാനു, ബാനു തുറക്ക. തുറക്ക ബാനു. ചവിട്ടി തുറക്ക് സേതു. ബാനു എന്താ ഈ കാണിക്കുന്നത്? ഇറങ്ങ മക്കളെ. ബാനു, എന്താ പറ്റിയത്? നീ എന്നെ തൂക്കി ചാടാൻ ശ്രമിച്ചത്? ഉറപ്പിക്കുന്നുണ്ട്. സത്യം പറ, നീ എന്ത് കോപ്പാന്ന് വെച്ചാ പറ. നിനക്ക് എന്താ പറ്റിയത്? പറയണി, പറയാൻ എന്താ കാര്യം? ഞാൻ നിന്നോട് ചോദിക്കുമ്പോ നീ എന്തിനാ ഇവിടെ നോക്കുന്ന? പറയണി, നീ ഇവിടെ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? അതോ നീ നിന്റെ ചേച്ചി മാമയെ പോലെ എന്തെങ്കിലും ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ? അവക്ക് അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല.
വേണ്ടമ്മേ, ഭാമയെ പറ്റി നിങ്ങൾ ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം 10 ആൾ അറിയുന്ന അവസ്ഥ വന്നപ്പോഴാണ് നിങ്ങൾ ഞങ്ങളോട് പോലും പറഞ്ഞത്. അതുകൊണ്ട് സത്യം പറ, എന്താണ് നിനക്ക് പറ്റിയത്? ഏട്ടാ, ഞാൻ പറയാൻ സത്യം പറ, എന്താ കാര്യം? ഭാനു, സേതുവേട്ടൻ ചോദിച്ചത് കേട്ടില്ലേ? എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് പറ, അറിയട്ടെ എല്ലാവരും. എന്തിനാ ഇനി ഇങ്ങനെ മറച്ചു വെക്കുന്നേ? ഞങ്ങളുടെ എല്ലാ സ്വപ്നം തകർത്തത് നീ തന്നെയാണെന്നൊന്ന് തുറന്ന് പറഞ്ഞേക്ക്. അത് മണ്ഡപത്തിൽ നിന്ന് വന്ന ദിവസം തൊട്ട് ഞാൻ ഇവിടെ ശ്രദ്ധിക്കുക. സത്യം പറ, അന്ന് മണ്ഡപത്തിൽ എന്താ സംഭവിച്ചത്?